ആലപ്പുഴ ജില്ലയിലെ സമരങ്ങളുടെ സ്ഥിരം വേദിയാണ് ഭരണസിരാ കേന്ദ്രമായ ജില്ലാ കളക്ടറേറ്റ്. ഒരു ദിവസം തന്നെ നിരവധി സമരങ്ങൾ ഇവിടെ അരങ്ങേറാം. സമരങ്ങൾ അനന്തമായി നീണ്ടുപോയാൽ പോലീസും ഇടപെടും. പക്ഷെ ഇതൊക്കെയാണെങ്കിലും വർഷങ്ങളായി സമരം തുടരുന്ന ഒരു കൂട്ടരുണ്ട് ഇവിടെ. തങ്ങളെ തെരുവിലലയാൻ വിധിച്ചവർക്കെതിരെയാണ് ഇവരുടെ സമരം. സാധാരണ കളക്ടറേറ്റിലെ ജീവനക്കാരെല്ലാവരും എത്തിയതിനു ശേഷം അവരെ ഉപരോധിച്ചുകൊണ്ടാവും സമരങ്ങൾ അരങ്ങേറുക. പക്ഷേ ഇവർ പുലർച്ചെ തന്നെ എത്തും. അതുകൊണ്ട് തന്നെ പകലുറക്കത്തിന്റെ ആലസ്യത്തിലായിരിക്കും സമരാർത്ഥികൾ. പിന്നീട് രാഷ്ട്രീയ കാര്യങ്ങൾ അയവിറക്കലാണ് അടുത്ത നടപടി. ക്യാമറ കണ്ടാൽ ഞങ്ങളിത് എത്ര കണ്ടതാ എന്ന ഭാവം. കേരള ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്തു കഴിഞ്ഞാൽ തലമുതിർന്ന നേതാവിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് ഒരു തള്ളിക്കയറ്റം. അപ്പോഴതാ മുന്നിൽ സമരക്കാരെ തടയാനുള്ള പോലീസ് ബാരിക്കേഡുകൾ. പ്രതിബന്ധങ്ങൾ അതിജീവിച്ച് സമരം വീണ്ടും മുന്നോട്ട്. തങ്ങൾക്ക് വെയിലും മഴയും കൊണ്ടുള്ള ജീവിതം അവസാനിപ്പിക്കുന്നതിന് പണമാണോ തടസ്സം? എങ്കിൽ കാലി ഖജനാവിന് മുന്നിൽ പ്രതിഷേധം ഇങ്ങനെ. തങ്ങളുടെ ആവശ്യങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയോ എന്നറിയാൻ ഇൻഫർമേഷൻ ഓഫീസിൽ ഒരു സന്ദർശനം. അതിനിടെ ഒരു സംഘം ഫ്ലൈയിങ് സ്ക്വാഡിന്റെ വാഹനം പരിശോധിച്ച് വണ്ടിക്ക് ഫ്ലൈ ചെയ്യാനുള്ള ചെവിടെയെന്ന ഒരു പരിശോധന. സമരം വേണ്ടത്ര ഫലം കണ്ടില്ലെന്ന് കണ്ടാൽ പ്രതിഷേധം വീണ്ടും ശക്തം. തങ്ങളുടെ ആവശ്യങ്ങൾക്ക് ചെവിതരാത്ത നേതാക്കളുടെ വാൾ പോസ്റ്ററുകൾ കടിച്ചു കീറൽ, കളക്ടറേറ്റ് പരിസരത്തെ റോഡ് കുത്തിപ്പൊളിക്കൽ തുടങ്ങിയ ഇനങ്ങൾ അരങ്ങേറും. മിണ്ടാപ്രാണികളുടെ ഇടയിലും ഗ്രൂപ്പിസമുണ്ട് ബോധ്യമായി. ഒരേ സമരത്തിൽ ഗ്രൂപ്പിന്റെ പേരിൽ കയ്യാങ്കളി ചെയ്യുന്ന ഭരണപ്രതിപക്ഷങ്ങൾ അവിശ്വാസത്തിന്റെ പേരിൽ പാർലമെന്റിൽ ഏറ്റുമുട്ടുന്നത് പോലെ. പ്രഭാതം സജീവമാവാൻ തുടങ്ങി. വാഹനങ്ങളുടെ മുരൾച്ച കാഠിന്യത്തിലെത്തി. സ്ഥിരം മനുഷ്യ സമരക്കാരെത്തി തുടങ്ങി. ഇനി രക്ഷയില്ല. മെല്ലെ ദേഹരക്ഷ കരുതി അവർക്ക് വഴിയൊഴിഞ്ഞു കൊടുക്കേ നിവൃത്തിയുള്ളൂ.